എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഈ ആഴ്ച നമുക്കൊരു പയറ് മെഴുക്ക് പുരട്ടിയായാലോ? ബിഗിനേഴ്സിനെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ സദ്യക്കെല്ലാം ഒരുപാട് ഒരുക്കപ്പാടുണ്ടാകുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഇതിനായിട്ട് 250 ഗ്രാം പയറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചിടണം. കുറച്ച് വലിപ്പത്തിലാണ് മുറിച്ച്, ഒരു അര ഇഞ്ച് നീളത്തിൽ മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി അതല്ല ഉണക്കമുളക് അല്ല വേണ്ട, പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ഇടാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് സിമ്മിൽ എന്ന് പറഞ്ഞാൽ മീഡിയം ടു സിം അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്, ശരിക്ക് വറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയത്തൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേലെ ഉള്ള ഏതെങ്കിലും ഒന്ന് വേവാത്ത ഉണ്ടെങ്കിൽ അടി കിടന്ന് വെന്തോളും. ഈ സമയത്ത് തന്നെ ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും. അതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി. അപ്പോൾ അതാ ഏകദേശം വെള്ളം വറ്റി കണ്ടില്ലേ. ഇനി ഇതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1-2 നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ചേർത്തിട്ടുള്ളത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാത്രമേ ഒഴിക്കാവൂ, എന്നാലേ നല്ലൊരു മണം കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അടിപൊളി മെഴുക്ക് പുരട്ടി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.